ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് നമ്മളിന്ന് കാണാൻ പോകുന്ന LBS 2023 റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം. നമുക്കിപ്പം LBS റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആകുമ്പം നമുക്ക് കമ്പാരിറ്റീവ്ലി നമ്മുടെ സീറ്റിൻ്റെ നമുക്ക് കിട്ടാനുള്ള പ്രൊവിഷൻസിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇൻഡെക്സ് സ്കോർ നിങ്ങൾ ഓൾറെഡി ചെക്ക് ചെയ്തവരാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറിൻ്റെ മാർക്കും അതിൽ എല്ലാത്തിലും ഉപരി ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമുക്ക് ഏറ്റവും കൂടുതൽ LBS റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ട് ഇപ്പോൾ നിങ്ങളൊരു 20 കോളേജസ് വെക്കാൻ ഉദ്ദേശിക്കുന്നു. ആ 20 കോളേജസിൽ ഏതൊക്കെയാണ് പ്രിഫറൻസ് വെക്കുന്ന കോളേജ്, ആ കോളേജിൽ എത്ര റാങ്ക് പൊസിഷനുള്ള കുട്ടികൾക്ക് എത്ര ഇൻഡെക്സ് സ്കോറുള്ള കുട്ടികൾക്ക് ആ പർട്ടിക്കുലർ കോളേജിൽ കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം പ്രധാനമായിട്ട് മനസ്സിലായി ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് 8700 പൊസിഷന് റാങ്ക് പൊസിഷനുള്ള കുട്ടികൾ. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അതിൻ്റെ അലോട്ട്മെൻറ്റ് പൊസിഷന് എന്താണ് കൂടി നോക്കുക. അപ്പോൾ എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് ആ കുട്ടികൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മെയിൻ അലോട്ട്മെൻറ്റ്സ് 3 ഉള്ളത്. പക്ഷേ ഈ മെയിൻ 3 അലോട്ട്മെൻറ്റ്സ് കഴിഞ്ഞിട്ട് സീറ്റ് ലഭ്യത നമുക്ക് മറ്റുള്ള അസോസിയേഷൻ ത്രൂ ഒക്കെ വന്നിട്ട് പിന്നെ സീറ്റ് ലഭിക്കാത്ത കുട്ടികൾ നമ്മൾ LBS ത്രൂ ഒക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ അവരുടെ റാങ്ക് പൊസിഷനും എല്ലാം കാറ്റഗറൈസ് ചെയ്തിട്ട് ഏറ്റവും ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ പൊസിഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളേജസിന് പ്രധാനമായിട്ടും ഇപ്പോഴും നമ്മൾ മാർക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെ അല്ല നമ്മൾ ഏറ്റവും പ്രശസ്തിയുള്ള കോളേജ് തന്നെ പ്രിഫറൻസ് വെച്ച് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കുറവായിരിക്കും. പ്രത്യേകിച്ച് റാങ്ക് പൊസിഷൻ ഇച്ചിരി പുറകെ നിൽക്കുന്ന കുട്ടികൾ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ തൊട്ടടുത്ത കോളേജിൽ മാക്സിമം നമ്മൾക്ക് ഏത് കോളേജിലും പോകാൻ സാധിച്ചാൽ അഷ്യൂർഡായിട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കോളേജ് കാറ്റഗറൈസ് ചെയ്ത് വെക്കണം. അതിലുപരി റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നിങ്ങളുടെ റാങ്ക് പൊസിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളേജസിലൊക്കെ ഓരോ കോളേജിൻ്റെ അടുത്ത് എത്ര മാർക്ക് വരെയുള്ള എത്ര റാങ്ക് പൊസിഷനുള്ള കുട്ടികൾക്ക് വരെ ഇൻഡെക്സ് സ്കോർ വന്നിട്ടുള്ള കുട്ടികൾ നിങ്ങളൊന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഇപ്പോഴും നിങ്ങൾ കേരളത്തിന് പുറത്ത് അപ്ലൈ ചെയ്യാത്തവർക്ക് നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട് അപ്ലൈ ചെയ്യാൻ. പക്ഷേ INC ഉള്ള കോളേജസ് തന്നെ ചോദിക്കുക. സംശയമുള്ളവർ മദേഴ്സ് നഴ്സിംഗ് ഓഫീഷ്യൽ നമ്പർ ചോദിക്കാം. അതുപോലെ തന്നെ എവിടെയാണ് നമ്മൾ INC റെഗുലേഷനുള്ള കോളേജ് തന്നെ എടുക്കുക. കാര്യം പലരും അങ്ങനെയല്ലാത്ത കോളേജ് ഏജൻസി ത്രൂ ഒക്കെ എടുത്തിട്ട് കുട്ടികൾ വന്നിട്ട് എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം കഴിയുമ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റാതെ വരും. അതുകൊണ്ട് INC കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കോളേജ് തന്നെ നമ്മൾ കേരളത്തിന് പുറത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കുക. നല്ല കോളേജ് തന്നെ തിരഞ്ഞെടുക്കുക. ടീച്ചിങ് സപ്പോർട്ടൊക്കെ മേക്ക് ഷുവർ ചെയ്തിട്ട് തിരഞ്ഞെടുക്കുക. അങ്ങനെ തന്നെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ റാങ്ക് ലിസ്റ്റോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഇൻഡെക്സ് സ്കോറുള്ള കുട്ടികൾക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന കോളേജിന് പൊസിഷൻ, റാങ്കിൽ എത്ര സ്റ്റേറ്റ്മെൻറ്റ് അവർ വന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും മനസ്സിലാക്കുക ഏറ്റവും ലാസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉള്ള കുട്ടികളുടെ വരെ ലിസ്റ്റ് വെച്ചിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഐഡിയലി എന്നാലും നമുക്ക് ആ റാങ്ക് പൊസിഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജസിൻ്റെ എല്ലാ കാര്യങ്ങളും റാങ്ക് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഐഡിയ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ ഇൻഡെക്സ് സ്കോർ അവർ ഏത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫീസ് പേയ്മെൻറ്റ് സംബന്ധമായിട്ടുള്ള കാര്യം വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് കാറ്റഗറി റിസർവേഷൻ ഉള്ളവർക്ക് മാത്രമാണ് 1000 രൂപ, അല്ലെങ്കിൽ LBS ത്രൂവിൽ ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ് വരുമ്പോൾ 25 വരുന്നത് കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് സംബന്ധമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എഗെയിൻ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതനുസരിച്ച് വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിവേ LBS ബേസിലുള്ള അപ്ഡേഷൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ താങ്ക് യു.